സ്പോർട്സ് ഡെസ്കിൽ നിന്നും ലലിച്ചേട്ടനുണ്ട്. ലലിച്ചേട്ട, ഭാഗ്യക്കേടുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഇതുവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയമാണ്. 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട ഇന്ത്യ 2ഉം തോറ്റത് ഇവിടെയാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് 20 മത്സരങ്ങളിലെ റെക്കോർഡ്. 18 ജയം 2 തോൽവി. ഈ ലോകകപ്പിൽ തന്നെ തോറ്റത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന് വമ്പൻ തോൽവി ഇതേ ഗ്രൗണ്ടിലാണ്. പക്ഷേ ഒരു ചെറിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പിച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് ക്യൂറേറ്റേഴ്സ് എന്നുള്ളതാണ്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഭാഗ്യക്കേട്. അതിനോടൊപ്പം തന്നെ എടുത്ത് പറയാനായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞായറാഴ്ചകളിൽ ഇന്ത്യ ജയിച്ചിട്ടില്ല. ഇന്ത്യ ജയിക്കുന്നതൊക്കെ ശനിയാഴ്ച ആണ്, അല്ലെങ്കിൽ വേറൊരു ദിവസമായിരിക്കും. പിന്നെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ ഭാഗ്യക്കേട്. 3, ഈ ഹോട്ടലിലെ ഭാഗ്യക്കേട്. അവസാനം ഇന്ത്യൻ ടീം ഹോട്ടൽ തന്നെ മാറിപ്പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ T20 ലോകകപ്പിൽ അവർ ജയിച്ചിട്ടേ ഇല്ല. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ജയിക്കുന്ന സാഹചര്യമില്ല. 3 വട്ടത്തിൽ കൂടുതൽ ഒരു ടീം ജയിച്ചിട്ടില്ല. അങ്ങനെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരുപാട് നടക്കാത്തതും ഭാഗ്യക്കേടുകളും നിറഞ്ഞു നിൽക്കുകയാണ്. ക്രിക്കറ്റിൽ ഈ ഭാഗ്യ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട്. അത് അന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായാലും അതിന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഹോട്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ. നമുക്ക് ഒരു ഭാഗ്യക്കേട് ഉണ്ടാവുമോ? നമുക്ക് ഈ നല്ലപോലെ കളിച്ചാൽ ഈ പറയുന്ന ഭാഗ്യക്കേടൊന്നും നമ്മളെ ബാധിക്കത്തില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്നൊരു ടീമുണ്ട്. നമുക്ക് ലോകത്തെ ഏത് ടീമിനോടും നമുക്ക് മത്സരിക്കാം. ലോകത്തെ ഏത് ടീമും നമുക്കൊരു പ്രശ്നമല്ല. ഒരു നിർണായകമായ മത്സരത്തിൽ നമുക്ക് ന്യൂസിലൻഡ്, ഒരു ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ഇതൊന്നും നമുക്ക് പ്രശ്നം. എന്തോ ന്യൂസിലൻഡ് എന്ന് പറയുന്ന ടീമിന് നമുക്ക് അതായത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ടീമാണ്. പലപ്പോഴും നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും നമ്മൾ ന്യൂസിലൻഡ് കൈക്ക് ചെന്ന് വിട്ടിട്ട് അത് നോക്കൗട്ട് മാച്ച്, ലീഗ് മാച്ചൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മളൊരു നിർണായകമായ മത്സരത്തിൽ, ഒരു സെമിയിലൊരു ഫൈനലിലൊക്കെ ന്യൂസിലൻഡിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് വിട്ടാൽ ന്യൂസിലൻഡ് വേറൊരു ടീമാണ്. അതുവരെ നമ്മൾ കളിച്ച ന്യൂസിലൻഡിനല്ല നമ്മൾ കാണുക എന്നുള്ള പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് സെമി ഫൈനലിൽ ന്യൂസിലൻഡിൻ്റെ ഒരു പ്രകടനം, എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ആധികാരികമായ വിജയം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ന്യൂസിലൻഡ് കഴിഞ്ഞ സെമി ഫൈനലിൽ അടിച്ച വിജയമാണ്. അത് ആർക്കെതിരെയാണെന്നോട് ആലോചിക്കണം. ഈ ടൂർണമെൻറ്റിൽ ഒരു മാച്ച് പോലും തോക്കാതെ വന്ന് സെമി ഫൈനലിലെത്തിയ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക വരണ്ടു പോയെന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്കെങ്കിലും ഈ തോൽവി അവരെ ഭയങ്കരമായിട്ട് വേട്ടയാടുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലൊരു മറുപടി, അതുപോലൊരു ചേസാണ് ന്യൂസിലൻഡ്. 176 ഒരു 13 ഓവറിൽ അതായത് ഇനി എത്ര പന്തുണ്ട്, 43 പന്ത് ബാക്കി നിൽക്കെ ആ മത്സരം ജയിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വിക്കറ്റ് അങ്ങോട്ട്, 2 വിക്കറ്റ് പോയിട്ട് 9 വിക്കറ്റ് കളി ജയിക്കാൻ. പിന്നെ നിന്നൊക്കെ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന പോലുള്ള കളിയാണ് കളിച്ചത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതാണ്. അതായത് ആ ഒരു ന്യൂസിലൻഡ് ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന ന്യൂസിലൻഡാണെന്ന് ആലോചിച്ചോണം. നമ്മൾ കഴിഞ്ഞ കളി ജയിച്ചത് എങ്ങനെയാണ്? ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യണം. നമ്മളൊപ്പം മദൻ മോഹൻ ചേരുന്നുണ്ട്. നടനാണ്, ക്രിക്കറ്റ് താരമാണ്. കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി ഇപ്പോഴും കളിച്ച കളികളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർക്കുന്ന ഇന്നിങ്സാണ്. മദൻ, നമസ്കാരം. എനിക്കറിയാം യാത്രയിലാണ്, തിരക്കിലാണ് എന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും നിർണായകമായ മത്സരം, 140 കോടി ഇന്ത്യൻ ജനതകൾ കാത്തിരിക്കുന്ന മത്സരം. നമ്മൾ എന്താ പറയുക, നമുക്ക് അടുപ്പിച്ച് 2 ട്രോഫികൾ വേണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭാഗ്യക്കേട്, ഭാഗ്യങ്ങൾ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഞായറാഴ്ചകളിൽ നമ്മൾ ജയിച്ചിട്ടുള്ള ഈ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ ഭാഗ്യക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ ഫാക്ടേഴ്സ് ഉണ്ടാകുമോ ഇന്നത്തെ മത്സരത്തിൽ? നമസ്കാരം. ഭാഗ്യക്കേട്, ഭാഗ്യം, അതിന്റെ ഒരു വിഷയമല്ല ഇത്. ആക്ച്വലി നമ്മള് ആ പർട്ടിക്കുലർ ഡേയില് ഏത് ടീം ബെറ്റർ ക്രിക്കറ്റ് കളിക്കുന്നോ അവർക്കായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ ഡിപ്പെൻസ് ആ ഒരു സിറ്റുവേഷൻസും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ടോസ് കുറച്ച് ക്രൂഷ്യൽ ആയിരിക്കും. ബട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയാണ് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സൈഡ്. കാര്യം കണ്ടീഷൻസ്, പിന്നെ നമ്മുടെ ഗാലറി സപ്പോർട്ട്, അത് ഒരുപാട് ഒരു ഹ്യൂജ് ഫാക്ടറാണ്. നമ്മുടെ ഈ കാണികളുടെ ആരവം എങ്ങനെ ന്യൂസിലൻഡ് കൈകാര്യം ചെയ്യുന്നു വലിയൊരു ഫാക്ടറാണ്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ന്യൂസിലൻഡ് ആ ഒരു വലിയൊരു ടൂർണമെന്റ്, വലിയൊരു ഫൈനൽ, അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊരു ഫാക്ടറാണ്. പിന്നെ എന്റെ ഫേവറേറ്റ് എന്നാലും നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ഇന്ത്യയാണ്. അവരെന്നെ ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ചിലപ്പോൾ ഒരു ഈസി വിനായി, പക്ഷെ ഒരിക്കലും ന്യൂസിലൻഡിനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. കാരണം ഒരു അൺപ്രഡിക്റ്റബിൾ സൈഡ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും ന്യൂസിലൻഡ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ചും വളരെ ഭംഗിയായിട്ട് അവർ കളിച്ചു. അതേ ടീം പല മാച്ചസും നമുക്കൊരു അൺകൺസിഡന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എന്തായാലും എന്റെ മനസ്സ് പറയുന്ന ഇന്ത്യ തന്നെ ആയിരിക്കും വിജയം എന്നുള്ളതാണ്. ശരി, ഇനി നമ്മൾ സഞ്ജുവിലേക്കും കൂടി ഒന്ന് വരാം. ഇപ്പം സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ജോഫ്ര ആർച്ചറിനെ എങ്ങനെ നേരിടും എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ആർച്ചറിന് മുന്നിൽ സഞ്ജു ഒന്ന്
ഒന്ന് നിന്നെങ്കിൽ പോലും ഹാരി ബ്രൂക്ക് ആ ക്യാച്ച് നഷ്ടപ്പെട്ടു. പക്ഷേ ആർച്ചർ സഞ്ജു കോൺടെസ്റ്റിൽ സഞ്ജു ആധികാരികമായി ജയിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ന്യൂസിലൻഡിനെതിരെ വരുമ്പോൾ നോക്കുന്നത് മാറ്റ് ഹെൻറിയാണ്. അപ്പോൾ ന്യൂസിലൻഡിനായിട്ടുള്ള ബൈലാറ്ററൽ സീരീസിൽ 2 തവണ മാറ്റ് ഹെൻറി സഞ്ജുവിനെ ഔട്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സഞ്ജു മാറ്റ് ഹെൻറി കോൺടെസ്റ്റ് വരുന്നുണ്ട്. അത് നിർണായകമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ന്യൂസിലൻഡ് നമ്മളെ ബൗളിംഗ് അറ്റാക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴായി നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാറ്റ് ഹെൻറിയുടെയും മാറ്റ് ഹെൻറിയുടെ ആദ്യം ഒരു 2 ഓവർ, സാൻഡറിന്റെ ഒരു 4 ഓവർ, അത് ഭയങ്കരമായിട്ട് എല്ലാ മാച്ചും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ബൗളേഴ്സ് ഒരു അത്ര കൺസ്റ്റന്റ് അല്ല. പക്ഷേ ഇവരുടെ മാറ്റ് ഹെൻറിയുടെ ആദ്യ 2 ഓവേഴ്സ് എന്തായാലും കുറച്ച് നോക്കി കളിച്ചാൽ സഞ്ജുവിന് പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ന്യൂ ബോളിൽ മാറ്റ് ഹെൻറി ഇപ്പൊ നല്ല ഉഗ്രാൻഡ് എറിയുന്നുണ്ട്. പിന്നെ സാൻഡർ ഇപ്പൊ ഈ ടൂർണമെന്റ് സൂപ്പർ ആയിരുന്നു. എന്താ പറയാ, ഒരു ലെഫ്റ്റ് ഹാഫ് സ്പിന്നർ ഇത്രയും കൺസ്റ്റന്റ് ആയിട്ട് T20യിൽ വളരെ മനോഹരമായിട്ട് സാൻഡർ എറിയുന്നുണ്ട്. അപ്പൊ ഈ 2 ബൗളേഴ്സിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ സഞ്ജു എന്തായാലും സർവൈവ് ചെയ്താൽ സഞ്ജു ഈ കളിയും വലിയൊരു സ്കോർ കണ്ടെത്തുന്നതാണ് എന്റെ വിശ്വാസം. അതെ, ചേട്ടൻ റെഡിയാണ് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളുടെ വർത്തമാനം. 2 മത്സരങ്ങൾ അടുപ്പിച്ച് ഫോം ആകുന്നു. ഒന്ന് 97 വെസ്റ്റ് ഇൻഡീസിനെതിരെ, വിൻഡീസിനെതിരെ, മറ്റൊന്ന് 89 ഇംഗ്ലണ്ടിനെതിരെ. ഇന്ന് സഞ്ജുവിന് ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചാൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്നൊരു ഡ്രീമും കൂടെ മുന്നിലുണ്ട്. അതെ, അത് ഞാൻ പറയും, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ആദ്യം IPL ഏറ്റവും വലിയൊരു പ്ലെയർ ആയിട്ട് മാറാൻ സഞ്ജുവിന് ആദ്യം സാധിച്ചു. പക്ഷേ ഇന്ത്യൻ ടീമിലെ കാര്യം വരുമ്പോൾ ഇപ്പോഴും പുറത്തും അകത്തും എന്നുള്ള രീതിയിലായിരുന്നു സഞ്ജു പലപ്പോഴും. പക്ഷെ ഇപ്പം ഇന്ത്യൻ ടീമിന്റെ ഒരു മെയിൻ പ്ലെയർ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ് സഞ്ജു. കാരണം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഒറ്റ ഇന്നിങ്സ് ആണ് സഞ്ജുവിനെ എവിടെയോ എത്തിച്ചത്. അപ്പൊ ആ ഒരു ഇന്നിങ്സ്, പക്ഷെ അത് രണ്ടാമത്തെ ഇന്നിങ്സ് ആയിട്ട് ക്യാരി ഫോർവേഡ് ആയി. ഇനി ഈ വലിയൊരു ഫൈനലിൽ സഞ്ജു എങ്ങനെ കളിക്കുന്നത് വലിയൊരു ഫാക്ടറാണ്. സഞ്ജു എന്തായാലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ ഒരു ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അതായത് ഇന്ത്യ ഇപ്പം സഞ്ജുവിനെ ഒന്ന് സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാ ജനതയും ഇന്ത്യൻ ടീമും എല്ലാവരും. അപ്പൊ അത് സഞ്ജുവിന്റെ വളർച്ച വലുതാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതെ, അത് ഇന്നും കൂടെ തിളങ്ങാൻ സാധിച്ചാൽ, കാരണം അഭിഷേക് ശർമ്മ ഫോം ഔട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും സഞ്ജുവിന്മേലാണ്. ഓപ്പണിംഗ് ഒരു ഗംഭീരമായ ഒരു തുടക്കം കിട്ടുക എന്നുള്ളത് സഞ്ജുവിൽ നിന്ന് ഒരുപാട് പ്രഷറും കൂടി വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. അതെ, കറക്റ്റ് ടൈമില് സഞ്ജു ക്ലിക്കായെന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു ഫാക്ടർ. കാരണം അഭിഷേക് ശർമ്മ ഫെയിൽ ആയപ്പോഴും ഇഷാൻ 3 ഡൗണിലോട്ട് പോയപ്പോഴും, കാരണം ഇന്ത്യയുടെ ഒരു കഴിഞ്ഞ കളിയെ എടുത്താൽ തന്നെ സഞ്ജുവിനാണ് കുറച്ച് ഈസി ആയിട്ട് ബാറ്റിൽ നല്ല രീതിയിൽ കൊള്ളുന്നത്. ബാക്കി താഴോട്ടുള്ള ബാറ്റ്സ്മാര് സഞ്ജു ആദ്യം ആ ക്യാച്ചിൽ ഔട്ടായിരുന്നെങ്കിൽ അത് ചിലപ്പം സിറ്റുവേഷൻസ് വേറെ ആയേനെ. പക്ഷെ കാരണം ഇപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, സഞ്ജുവിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇന്ത്യൻ ടീം. കാരണം അഭിഷേക് ശർമ്മയുടെ ഔട്ട് ഓഫ് ഫോം, പിന്നെ ഇഷാൻ കിഷൻ ഇപ്പോഴും ഒരു 1 ഡൗൺ എന്നുള്ള പൊസിഷനിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ഇപ്പം ഇത് എന്താ പറയാൻ, സഞ്ജു അതിജീവിക്കും എന്തായാലും ഉറപ്പായിട്ടും. യെസ്, എന്തായാലും മദൻ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടെ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുരേഷ് സാറിലേക്കും കൂടെ പോവാണ്. സാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കും. ഇപ്പോൾ ആ ഗ്രൗണ്ട് നമുക്ക് അത്ര ഫേവറബിൾ അല്ലെങ്കിൽ പോലും വി ഹാവ് ടു പ്ലേ ദർ, വേറെ തർക്കങ്ങളൊന്നുമില്ല. പക്ഷെ ആ പിച്ച് നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ച പിച്ചല്ല ഇന്നത്തെ പിച്ച് ക്യൂറേറ്റേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. 65% റെഡ് സോയിൽ പിച്ചാണ്, പേസിന് അനുകൂലമായ പിച്ചാണ്, ബൗൺസിന് അനുകൂലമായ പിച്ചാണ്, പേസേഴ്സ് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന പിച്ചാണ്, അതുപോലെ തന്നെ ബാറ്റേഴ്സും. ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ലോക്കി ഫെർഗ്യൂസൺ, മാറ്റ് ഹെൻറി അടങ്ങുന്ന ഒരു എന്താ പറയുക, ജിമ്മി നീഷം എന്ന് നിൽക്കുന്ന പേസ് ബൗളിംഗ് അറ്റാക്ക് അവർക്കും ഉണ്ട്. ഇവിടെ ആകുമ്പോഴേക്കും നമുക്ക് ബുംറ, പാണ്ഡ്യ, അർഷദീപ് ഒരു പേസേഴ്സ് എന്ന രീതിയിൽ എടുത്ത് നോക്കുമ്പോഴേക്കും ആർക്കായിരിക്കും കൂടുതൽ വെയിറ്റേജിനുള്ള സാധ്യത? അതെ, താങ്കൾ പറഞ്ഞ പോലെ ഇന്നത്തെ മാച്ചിന്, ഫൈനൽ മാച്ചിനുള്ള പിച്ച് സെൻട്രൽ പിച്ചാണ് യൂസ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ടേൺ ഇല്ലാത്ത ഒരു പിച്ചാണ് എന്നാണ് പറയുന്നത്. റൺസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. പേസിനും ബൗൺസിനും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പിച്ചാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ നിരയിൽ ഇപ്പൊ നിലവിൽ വരുന്നതിൽ ഇപ്പൊ ജസ്പ്രീത് ബുംറ വിശ്വസനീയമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ബൗളിംഗ് യൂണിറ്റില് വരുന്നത് അർഷദീപ് വരുന്നുണ്ട്, പിന്നെ ഹാർദിക് പാണ്ഡ്യ വരുന്നുണ്ട്. അപ്പൊ ഇവര് അവരുടെ ഓപ്പണിംഗ് സ്പെല്ല് എങ്ങനെ എറിയും എന്നുള്ളതിനനുസരിച്ച് 1-2 ഓവറാണ് ഓപ്പണിംഗ് സ്പെല്ല് സാധാരണ കിട്ടുന്നുണ്ടായിരിക്കുക. ആ 2 ഓവർ അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നതനുസരിച്ച് ഇന്ത്യയുടെ സാധ്യതകൾ ഉണ്ടായിരിക്കും ബൗളിങ്ങിൽ. അതേസമയം ഇപ്പോ ലോക്കി ഫെർഗൂസൺ ഒരു പ്രൂവ്ഡ് ആണ്, മാറ്റ് ഹെൻറി വരുന്നുണ്ട്, അതിന്റെ കൂടെ
മക്കോങ്കിയും കൂടി വരുന്നുണ്ട് അവർക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ജിമ്മി നീഷത്തിനെ വിശ്വസിച്ച് നല്ലൊരു ബൗളർ തന്നെയാണ് അയാളും. അപ്പോ പക്ഷെ ജിമ്മി അവർ പ്രതീക്ഷിച്ചതുപോലെ ഈ ടൂർണമെന്റിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ല, അതൊരു വാസ്തവമാണ്. ഇല്ല കൂടുതൽ ചാൻസസ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിയിട്ടില്ല. അതെ. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ബൗൺസ് ഉള്ള ഒരു പിച്ചിലാണെങ്കിൽ ഒരു പക്ഷേ ജിമ്മി നീഷമിന് ഒരു ബൗളിംഗ് ഓൾറൗണ്ടറായിട്ട് തിളങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ചെറിയൊരു ബുംറയെ ഒഴിച്ചു നിർത്തിയാൽ ചെറിയൊരു മുൻകൈ വരുന്നത് ന്യൂസിലാൻഡ് ബൗളിംഗ് അറ്റാക്കിനാണ്. ബുംറ എങ്ങനെ പെർഫോം ചെയ്യും? താങ്കളുടെ നിരീക്ഷണത്തിൽ ന്യൂസിലൻഡ് ബൗളിംഗ് അറ്റാക്ക് ആയിരിക്കും ഒരു 1 സ്റ്റെപ്പ് അഹെഡ് ഓഫ് ഇന്ത്യ എന്നാണ് വിശ്വസിക്കുന്നത്? ഒരു ചെറിയൊരു പെർസെന്റേജ്. ഓക്കെ, അത് മനസ്സിലായി. ലലിതേട്ടാ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സുരേഷ് സാറിന്റെ ഒരു തീരുമാനപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഒരു 1 സ്റ്റെപ്പ് അഹെഡ്, ചെറിയൊരു മാർജിനിലെങ്കിലും ന്യൂസിലൻഡ് ബൗളിംഗ് അറ്റാക്ക് ഉണ്ടാകുന്നതാണ്. ഇവിടെ നമ്മൾ പേസേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ സ്പിൻ അറ്റാക്കിന്റെ കാര്യം പറയും. ഇപ്പോൾ കുൽദീപ് യാദവ് ടീമിലേക്ക് വരണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഒരേ ഒരു കാരണം അത് വരുൺ ചക്രവർത്തിയുടെ ഫോം ഇല്ലായ്മയാണ്. കാരണം ഇപ്പം ഈ പിച്ചിൽ, ഇപ്പം സുരേഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ പിച്ച് അധികം സ്പിന്നോ ടേണോ നൽകുന്ന പിച്ചല്ല. അവിടെ വരുൺ ചക്രവർത്തിക്ക് അദ്ദേഹത്തിന് അനുകൂലമായ പിച്ച് കണ്ടീഷൻസിൽ വന്നപ്പോൾ പോലും, വിക്കറ്റ് സ്ലോവറായി നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിൽ ഉണ്ടാക്കാൻ കഴിയാതെ പോയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 4 കളികളിൽ നിന്ന് അദ്ദേഹം 4 വിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വരുൺ ചക്രവർത്തിയുടെ എക്കോണമി 11.62 ആണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയൂല ഒരു വരുൺ ചക്രവർത്തി പോലൊരു പ്ലെയറിന്റെ എക്കോണമി 11.62 എന്നുള്ളത്. ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹം അടി വാങ്ങി കൂട്ടുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം സൂര്യകുമാർ യാദവിനോട് പ്രസ് മീറ്റിൽ ടീമിൽ ചേഞ്ച് ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, വരുണിനെ ഞങ്ങൾ ബാക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സോ ടീമിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. വരുണിന് ഒരു സാധ്യതയും ഇല്ലാത്തൊരു പിച്ചിൽ മാജിക് പ്രതീക്ഷിക്കാമോ? എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ അവർ മാറ്റാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അഭിഷേകിൻ്റെ പെർഫോമിന് സംശയമുണ്ട്. വരുൺ ഭയങ്കര പാത്തറ്റിക്കായിട്ടുള്ളൊരു ടൂർണമെൻറ്റാണ് വരുൺ ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നത്. പക്ഷേ ന്യൂസിലൻഡിനെതിരെയുള്ള വരുണിൻ്റെ ഒരു കഴിഞ്ഞ ആ 5 മാച്ച് സീരീസ് നമ്മൾ കണ്ടതാണ്. നന്നായിട്ട് തന്നെ വരുൺ ആ ടൂർണമെൻറ്റിൽ നന്നായിട്ട് വരുൺ ബൗൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ വരുൺ നന്നായി കളിക്കുമെന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റാണ്, ഒരു ദിവസം അല്ലെങ്കിൽ ആ മാച്ചിൽ അയാൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ ഒരു ബിഗ് മാച്ച് പ്ലെയർ എന്നുള്ള നിലയിൽ അതിനനുസരിച്ചൊരു പ്രത്യേകിച്ച് അയാൾ നമ്പർ 1 2020 ബൗളറാണ്. നമ്പർ 1 2020 ബൗളറും നമ്പർ 1 2020 ബാറ്റ്സ്മാനും ഉള്ള ടീമാണ് ഇന്ന് ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത്. രണ്ടുപേരും ഫാം ഔട്ടാണ്. ഒരു പക്ഷേ ഇന്ന് രണ്ടുപേരുടെ ദിവസമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വരുൺ ചക്രവർത്തി ഒരു അസാധ്യ ബൗളറാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ചിലപ്പോൾ ബാൾ ടേൺ ചെയ്യാത്തൊരു പിച്ചിലായിരിക്കും പുള്ളി ഇന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് എന്താണ് തൻ്റെ മിസ്റ്റേക്ക് എന്ന് വരുൺ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കമന്റേറ്റർമാരെല്ലാം കഴിഞ്ഞ മത്സരങ്ങളിൽ പറഞ്ഞത് വരുണിൻ്റെ ലെങ്ത്താണ്, ഈ ടൂർണമെൻറ്റിൽ വരുണിൻ്റെ ലെങ്ത്താണ് വരുണിനെ കുഴപ്പിക്കുന്നതാണ്. ഈ ലെങ്തിൽ നിന്ന് കുറച്ച് ഷോർട്ട് ബാൾ വരുണിനെ എല്ലാവർക്കും നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു 74 മീറ്ററോ മറ്റോ ആണ് സ്ട്രെയിറ്റ് എന്ന് തോന്നുന്നു. നമ്മൾ 76 ആണ് ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ മേടിച്ച പോലെ അടി അത്രത്തോളം പുറത്തേക്ക് പോകാനൊക്കെ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന സംശയമാണ്. എന്തായാലും സായി നമ്മൾ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സായി, ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം, ഇന്ത്യ കാത്തിരിക്കുന്ന 140 കോടി ജനത കാത്തിരിക്കുന്ന മത്സരം. പക്ഷേ രണ്ട് സൈഡിനും ഇപ്പോൾ എല്ലാവരും ഫേവറേറ്റ്സ് ഇന്ത്യ ആണെന്ന് പറയുമ്പോൾ പോലും അങ്ങനെ നമുക്ക് ന്യൂസിലൻഡ് അങ്ങ് എഴുതി തള്ളാൻ കഴിയുമോ? ലാസ്റ്റ് മിനിറ്റിലൊരു സൈഡ് വിലയിരുത്തൽ എങ്ങനെ? ന്യൂസിലാൻഡ് എപ്പോഴും എല്ലാ സീരീസിലും ഒരു അണ്ടർഡോഗ്സ് ആണ്. അവർ അത്ര പെട്ടെന്ന് എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഫൈനലിൽ എത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.